Hello, Assalamualaikum, welcome back. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു കടായി ചിക്കൻ റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി ഒരു കടായി ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് ഇതിലേക്ക് സോസ് അതുപോലത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കിടിലൻ കടായി ചിക്കനാണ്. ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് കടായി റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോഗ്രാം ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ബോണോട് കൂടിയ ചിക്കൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ചിക്കനാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് മാരിനേറ്റ് സിമ്പിളായിട്ടുള്ള മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ തന്നെ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. അതൊക്കെ നമ്മൾ എന്തായാലും കടായിലേക്ക് ചേർക്കുമല്ലോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മസാല റെഡിയാക്കിയിട്ട് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ചെയ്ത് വെക്കാം. അപ്പം മസാല ഇത്രയും മതി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 1 കിലോഗ്രാം ചിക്കനിൽ ഈ ഒരു മസാല തന്നെ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിൽ മസാലയ്ക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറേ വെക്കുന്നുള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് മസാലയ്ക്ക് അതിൽ പിടിച്ച ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആവും ഈ ഒരു കടായി ചിക്കന്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വന്ന ശേഷം നമുക്ക് ഓരോ പീസായിട്ട് പൊരിച്ചിട്ടെടുക്കാം. നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ആദ്യം തന്നെ പൊരിച്ച് വെക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ വെളിച്ചെണ്ണയിലാണ് നമ്മൾക്ക് ഇതിലേക്കുള്ള ഉള്ളിയും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അതിൽ തന്നെ ആകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആവും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എന്തായാലും ഒരു 90% ഒക്കെ കുക്കാവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല പൗഡറൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ചെറിയൊരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. നല്ല എരിവുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ പീസ് പട്ടയും 1 ടീസ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വലിയ ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കനും ഒരു തവണ ഇട്ടത് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം കേട്ടോ. ഹാഫ് കുക്കൊന്നുമല്ല, അത്യാവശ്യം കുക്കായിട്ട് തന്നെ വരണം. 90%ഓളം കുക്കായിട്ട് വരണം. എന്നിട്ട് ഓയിലിൽ നിന്ന് എടുക്കുക. എന്നിട്ട് അടുത്തത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കടായി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചൂടോട് കൂടെ തന്നെ ഞാൻ ചെറിയൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് വരുമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെറിയ തരികളൊക്കെ ഉണ്ടാവും. എന്നാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് സെയിം ജാറിൽ തന്നെ ഞാൻ ഒരു പച്ചമുളകൊന്ന് കൂടി പോകണ്ട കേട്ടോ, നല്ല എരിവാവും. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 8 or 10 ചെറിയുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി കൂടെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഒരു നല്ല ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒരു 8 മുതൽ 10 വരെയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത്. ഇതുപോലെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി വേണം. പക്ഷേ അത് വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുത്ത ശേഷമാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 തക്കാളിയും കൂടെ നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. 2 തക്കാളിയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത്രയും വെളിച്ചെണ്ണ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട. കുറച്ച് മാറ്റി വെക്കുകയാണ്. നമുക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതിയാവും. അപ്പോൾ അത്രയും അതിൽ വെച്ചിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. വളരെ നൈസ്, എത്രത്തോളം നൈസാക്കി അരിയാൻ പറ്റുന്നോ അത്രത്തോളം നൈസാക്കിയിട്ട് വേണം ഇത് അരിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വഴറ്റിയിട്ട്
കുറച്ച് നെരിഞ്ഞ് വരുന്ന ഒരു സമയം നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി എന്താ പറയുക നെരിച്ചെടുക്കൂലേ ആ രീതിയിൽ അതായത് ഈ ഒരു കളർ ചേഞ്ച് വരുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഇതുപോലെ ആവില്ല, അത് വഴന്ന് സോഫ്റ്റായിട്ട് പോവുക ചെയ്യും. ഇതുപോലെ നെരിഞ്ഞ് വരണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കിയിട്ടുള്ള 2 തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ആ ഒരു വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ അത്രയും മതി. പിന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പണ്ടോ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, കൂടി പോകണ്ട. അപ്പോൾ ഞാൻ കാശ്മീരിയാണ് ഇട്ടിട്ടുള്ളത്. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കുന്നത് ഓപ്ഷണലാണ്. ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് കുറവുണ്ടാവും. അപ്പോൾ ഉപ്പ് ഇതിലേക്ക് നമ്മൾ തീരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ആ ഒരു ഉള്ളി വഴറ്റിയപ്പോഴൊന്നും ചേർത്തില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾ, മല്ലി, മുളക് അതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുത്തുള്ള ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനൊക്കെ ചേർത്ത് ആ ചിക്കനിൽ ഈ ഒരു മസാലയൊക്കെ പിടിക്കുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു കടായി ഈ ഒരു ചിക്കനിലേക്കൊക്കെ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല കടായി ലുക്കിൽ വരുള്ളൂ. ഇത് കുറച്ചൊക്കെ ഒരു ഗ്രേവി ആയിട്ടേ കിട്ടുള്ളൂ കേട്ടോ. നല്ല ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് അടച്ചു വെച്ചിട്ടൊരു 3 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ കടായിയുടെ ആ ഒരു രൂപത്തിൽ ഇത് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള സ്പൈസസ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുക്കായി രണ്ടും കൂടെ നന്നായിട്ട് കമ്പൈനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പൈസസ് കൂടെ ചേർക്കുമ്പോൾ അടിപൊളി സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആയിട്ട് വരിക. ആ ഒരു സ്റ്റേജ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടും ഇത്രയും തിക്കായിട്ട് നമുക്ക് ആ ഒരു ചിക്കനിൽ ഇതെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ അടിപൊളിയായിട്ട് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള സ്പൈസ് പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ആ സ്പൈസ് പൗഡർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ എരിവിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ട് അതുപോലെ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത്. ആവശ്യത്തിന് മാത്രം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ബാക്കി പിന്നെ എപ്പോഴെങ്കിലും റെഡിയാക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ. അത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചിലപ്പോൾ ചിലർക്കത് നല്ല എരിവായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അത് പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ അത്രയും എടുത്തിട്ടില്ല എന്നുള്ള നമുക്ക് പൊടിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തത്. ഇതന്നെ അത്യാവശ്യം നല്ല എരിവുള്ള കടായിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കിഡ്ലൻ ടേസ്റ്റിൽ ഈ ഒരു കടായി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്